മഹാദേവ, ശിവപ്രിയ മോളുടെ വേദനയ്ക്ക് ശമനം നൽകണേ. എന്റെ ദേവി, അമ്മേ, മഹാമായേ, മഹാദേവ, ശങ്കര, മൃത്യുഞ്ജയ, ആ കുഞ്ഞിന് ആയുസുള്ളത് വരെയെങ്കിലും വേദന അറിയാതെ ജീവിക്കാൻ അവളെ അനുവദിക്കണേ ഭഗവാനെ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. എന്താ എന്താ ദേവൂട്ടി, എന്നെ പ്രതീക്ഷിച്ചത് പോലുണ്ടല്ലോ. ശിവപ്രിയയ്ക്ക് വേദന കലശലായി. കുഴപ്പമില്ല, ഞാനൊന്ന് നോക്കട്ടെ. പേടിക്കണ്ട, ഞാൻ എത്തിയല്ലോ. മോളെ, ഒന്നുമില്ല മോളെ. എന്റെ ദേവി, ഡോക്ടർ എത്തിയല്ലോ. നീ എന്റെ പ്രാർത്ഥന കേട്ടു. മോളെ, ധാര വന്നിരിക്കുന്നത് നോക്കി. ശിവപ്രിയക്കുട്ടി, എന്തു പറ്റി മോക്ക്? വേദന വല്ലാതെ കൂടിയോ? ഭയങ്കര വേദനയായിരുന്നു അങ്കിൾ. പക്ഷെ ഇപ്പോ ഡോക്ടർ അങ്കിളിനെ കണ്ടപ്പോ എനിക്കെന്താ ആശ്വാസം എന്നറിയോ? ദേവിയുടെ കടാക്ഷം തന്നെയാണ്. ഡോക്ടർ ഒന്ന് വന്നിരുന്നെങ്കിലെന്ന് ഞാൻ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുകയായിരുന്നു. അത്രയ്ക്ക് വേദനയായിരുന്നു എന്റെ മോക്ക്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ദേവിക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ദേവി തന്നെയാവും എന്നെ ഇങ്ങോട്ട് വരാൻ തോന്നിപ്പിച്ചത്. അല്ല, ഇപ്പൊ എങ്ങനെയുണ്ട് ശിവപ്രിയ കുട്ടിക്ക്? ഞാൻ പറഞ്ഞില്ലേ എങ്ങളെ, എനിക്കിപ്പോ വേദന തീരെയില്ല. അങ്കിളെ അടുത്തിരിക്കുമ്പോ എന്താ ആശ്വാസം എന്നറിയോ എനിക്ക്? എങ്കിലേ കുറച്ചു നേരം ഞാൻ മോളുടെ കൂടെ തന്നെ ഇരിക്കാം. എന്താ? ശരി, ആയിക്കോട്ടെ. എന്നാലേ ശിവപ്രിയ കുട്ടി കുറച്ചു നേരം ഉറങ്ങിക്കോ. അങ്കിൾ അടുത്ത് തന്നെ ഇരുന്നോളാം. ഞാൻ ഉറങ്ങിപ്പോയാ അങ്കിള് പോയിക്കളയില്ലേ? ഹേയ്, ഇല്ലില്ല. ആര് പറഞ്ഞു അങ്ങനെ? മോൾ ഉണർന്നിട്ടേ അങ്കിള് പോവുള്ളൂ. സത്യം? സത്യം. തിരുമേനിക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ, വേണമെങ്കിൽ വിശ്രമിച്ചോളൂ. മോളുടെ അടുത്ത് ഞാൻ ഇരുന്നോളാം. ഏയ്, അത് സാരമില്ല. എന്റെ കുഞ്ഞിന്റെ വേദന കണ്ട് മനസ്സ് വല്ലാണ്ട് കലങ്ങിപ്പോയി. അതിന്റെ സങ്കടമാ. സാരമില്ലെന്നേ, ഒക്കെ ശരിയായില്ലേ?
ക്ഷീണം കാരണം ഞാനങ്ങ് മയങ്ങിപ്പോയി. അല്ല, ഡോക്ടർ ഉണ്ടായിരുന്നല്ലോ, മോളുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഞാനൊന്ന് മയങ്ങിപ്പോയി. ആ നേരത്തിന് ഇനി ഡോക്ടർ വിളിക്കേണ്ട നേരത്തിൽ പോയിട്ടുണ്ടാവുമോ? ശോ, എന്നാലൊരു വാക്ക് പോലും പറയാതെ അദ്ദേഹം പോയി കളഞ്ഞല്ലോ. അച്ഛാ, ഡോക്ടർ അങ്കിൾ എവിടെ? ഡോക്ടർ അങ്ങളോട് ഉണ്ടായിരുന്നു മോളെ. അച്ഛനിടയ്ക്കൊന്ന് മയങ്ങിപ്പോയി. ദേവി ചേച്ചി വന്ന് വിളിച്ചപ്പോഴേ ഉണർന്നേ. നോക്കുമ്പോ ഡോക്ടറെ കാണുന്നില്ല. ഡോക്ടർ അങ്കിൾ എന്റെ അടുത്ത് തന്നെ കാണുന്ന എനിക്ക് വാക്ക് തന്നെയാണല്ലോ. ഇപ്പൊ എന്നോട് പറയാതെ പോയില്ലേ? അതെ, മോളോടൊരു വാക്ക് പറഞ്ഞെങ്കിൽ ഡോക്ടർ പോവില്ല. ദേവി ചേച്ചി പറഞ്ഞ പോലെ ഡോക്ടർ പുറത്തെവിടെങ്കിലും ഉണ്ടാവും. ഉം. ഡോക്ടർ അങ്കിളിനെ കാണുന്നില്ലല്ലോ ചേച്ചി. അപ്പൊ പോയി കാണുമല്ലേ? എന്നെ വെറുതെ പറഞ്ഞു പറ്റിച്ചതാ. ഫോൺ വന്നെങ്കി എന്താ, നമ്മളോടൊന്ന് പറഞ്ഞിട്ട് പോവായിരുന്നില്ലേ അങ്കിളിന്? ദേവ് ചേച്ചി നോക്കി. ശിവായ ശിവായ